പ്രൈസ് ഗാഡ്. എൻ്റെ പേര് സോന. ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ സീനായ് ധ്യാന കേന്ദ്രത്തിലാണ് TOB കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫറൻസിന് വന്നതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പല പല ധ്യാനത്തിൽ കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും കൂടുതൽ ഞാൻ സംസാരിക്കാറ് ഈശോയോടാണ്, പിന്നെ മാതാവിനോടാണ്. എന്നാൽ ഈശോയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് അതേപോലെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പരിശുദ്ധാത്മാവിനോടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടേ എന്നൊരു ബോധ്യം എനിക്ക് കോൺഫിഡൻസിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ എനിക്കിവിടുന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു നല്ലൊരു സെഷനായിരുന്നു ഗോഡ്സ് ലവിനെ പറ്റിയിട്ട്. അപ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് ഒട്ടും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല, ഫുൾ ഫ്രീ ആയിട്ട് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ഈശോയെ നമുക്കുള്ളത്. അപ്പോൾ അതേ ഒരു സ്നേഹം, ആ ഈശോ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ ഒരു സ്നേഹമാണ് നമ്മൾ നമ്മുടെ പാരൻസിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ പാർട്ട്ണറിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, നമ്മൾ ആരെയും സ്നേഹിക്കുമ്പോഴും ഈശോ നമ്മളെ സ്നേഹിക്കുന്ന അതേ ഒരു സ്നേഹത്തിൽ കണ്ടീഷൻ വെക്കാതെ അൺകണ്ടീഷണൽ ലവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു കാര്യം എനിക്ക് ഇവിടുന്ന് ബോധ്യപ്പെട്ടു. അതേപോലെ സെക്സ് എന്ന് പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി ഒത്തിരി തെറ്റായ കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ സെക്സ് എന്ന് പറയുന്നത് ഈശോ എന്നൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണെന്നുള്ളൊരു കാര്യം അതും ഇവിടുന്ന് വളരെ വ്യക്തമായി. ഒത്തിരി സംശയമായിട്ട് ഒത്തിരി ചോദ്യങ്ങളായിട്ടായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നിരുന്നത്. പക്ഷേ എൻ്റെ കുറേ സംശയങ്ങൾക്കും കുറേ ചോദ്യങ്ങൾക്കും ഇവിടുന്ന് ഉത്തരം കിട്ടി. ഞാൻ പറയുകയാണെങ്കിൽ സാധിക്കുന്നവരെല്ലാവരും TOB കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് യൂത്ത്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്നവർ, ഒരു 10th തൊട്ടിട്ടുള്ള എല്ലാവരും TOB കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം. താങ്ക് യു.